എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ട്രിവാൻഡ്രം ഖത്തർ എയർപോർട്ടിൽ ഖത്തറിലേക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഖത്തറിലോട്ട് പോകാനായിട്ട് ഫ്ലൈറ്റ് കയറാനായിട്ട് ഞാൻ പോവാണ്. എല്ലാവർക്കും ഫ്ലൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഫ്ലൈറ്റിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ ഇത് മോൾക്ക് ഒരു ചെറിയൊരു കയറ്റം ഉണ്ടല്ലോ, നമുക്ക് ആ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്ന ആ ഭാഗത്തോട്ട് ഇറക്കം, ഇറക്കം, അത് അവൾക്ക് പേടിയാണ് ഇങ്ങനെ ഇറങ്ങാനായിട്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഇനി ഫ്ലൈറ്റിലുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിലുള്ള കുറച്ച് താഴോട്ടുള്ള ആ ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് എടുക്കുന്നതും ഒക്കെ ഞാൻ നിങ്ങളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാൻ പറ്റിയാൽ എടുക്കാമെന്നാണ് ഞാൻ വീണ്ടും ട്രൈ ചെയ്തത്. മോള് ബെൽറ്റൊക്കെ ഇടാനായിട്ട് നോക്കുകയാണ്, കുഞ്ഞുമോള്. ഖത്തർ എയർവേയ്സാണ് ഈ ഫ്ലൈറ്റ്. ട്രിവാൻഡ്രത്തു നിന്നാണ്, ട്രിവാൻഡ്രം ടു ദോഹ. അതിൻ്റെ അപ്പുറത്തായിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫ്ലൈറ്റ് കിടന്നത് കണ്ടല്ലോ. മോള് തന്നാലെയൊക്കെ ബെൽറ്റൊക്കെ نود أن نستنشركم بأن نقوم الآن بتسجيل الطائرة بالوقود. إذا نرجو من حضراتكم الجلوس في مقاعدكم مع الحافة غير مربوطة. لتكن وضعكم. അതിനിടയിൽ എൻ്റെ ചേട്ടൻ ഞങ്ങളെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് ചേട്ടൻ വീട്ടിലെത്തി. ഞങ്ങൾ താമസിക്കുന്ന സെറ്റിട്ട് ഞങ്ങൾ കുഴുത്തറയാണ്. ചേട്ടൻ അവിടെ എത്തി ഉറക്കം ആകാനുള്ള ടൈമായി. അപ്പോഴത്തേക്കുമാണ് ഫോൺ ചെയ്തത്. ഇനി ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ലല്ലോ, സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പം അതിന് മുമ്പായിട്ടൊന്ന് വിളിച്ചു. എൻ്റെ ചേട്ടനാണ് കാണുന്നത്. ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഒരു 11 മണിക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി. 10-11 മണിക്ക് ഇറങ്ങി. 4 മണിക്കാണ് ഫ്ലൈറ്റ്. TV ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇതിടണം എന്നൊക്കെ. അവൾക്കും സീറ്റുണ്ട്. അവൾക്ക് 2.5 വയസ്സായാൽ, 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു സീറ്റ് അവൾക്കും എടുക്കണം. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളും അകത്തുള്ള TV കാഴ്ചകളുമൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കൈ മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിഷ്യൂ കൊണ്ടു തന്നു. അത് മോൾക്ക് മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാൻ. ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഒന്ന് ബാത്റൂമിനൊക്കെ പോയിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത്. എന്നാലും കുഞ്ഞു ബാബയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കാനായിട്ട് ടിഷ്യൂ കൊടുത്തു. നല്ല തണുപ്പാണ് കേട്ടോ. അതിൽ നിറച്ച് ഇങ്ങനെ വാട്ടറിൻ്റെ ആ ഒരു ഇത് കാണും. നല്ല തണുപ്പും വെള്ളത്തിൻ്റെ ഒരു ഇതും കാണും ആ ഇതിൽ. അതിനോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിന് പിന്നെ കളിക്കാനായിട്ട് ഇതിന് മുമ്പ് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ കിട്ടിയതൊരു കളർ ബുക്കാണ്. പിന്നെ സ്റ്റിക്കറും കളർ പെയിൻറ്റ് ചെയ്യാനുള്ള ബുക്കും ഒക്കെയാണ്, എന്തോ പടമൊക്കെ ഉള്ളത്. അത് വെച്ച് നോക്കിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടോയ്സാണ് കൊടുത്തത്. ഇപ്രാവശ്യം 2.5 വയസ്സ്, എനിക്ക് കൊണ്ട് 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു കണ്ണാടിയുണ്ട്, 3D. അത് അവൾ വാങ്ങിച്ച് കണ്ടിൽ വയ്ക്കാനൊക്കെ നോക്കുകയാണ്. വെച്ചു. എല്ലാം അറിയാം കേട്ടോ, എന്നാലും എല്ലാം ചെയ്തോളും. നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ 3D ആയിട്ട് എന്തോ കാണുമെന്ന് തോന്നുന്നു. അതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടാവുന്നതിന് മുമ്പ്
ഇരുവശത്തുമുള്ള ആ ഒരു ഭാഗത്തുള്ള ചിറക് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. വിൻഡോയുടെ അടുത്താണ് ഞാൻ ഇരുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു. അതിനകത്ത് ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് രണ്ട് ശൂലം പോലത്തെ രണ്ട് സാധനം ഇങ്ങനെ പുറത്തോട്ട് വന്നു. അപ്പോൾ ഓരോന്നും കാണുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഒരു നമ്മൾ ഇത്രയും അടുത്തൊക്കെ കാണുന്നത് നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറുമ്പോഴല്ലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതോടെ ഭംഗിയായിട്ടൊക്കെ താഴെ നിന്നാൽ താഴെ നിന്നൊന്നും കാണാനും പറ്റില്ലല്ലോ, നമുക്കങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉള്ള ആ ഒത്തിരി വലുതാണ് ഇത് കാണാനായിട്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശത്തുമായിട്ട് ഉള്ളിനകത്തുനിന്ന് എന്തോ ഒരു സാധനം കുറച്ചുകൂടി വീതിക്ക് പുറമേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനത് കുറച്ച് ലെന്തായിട്ട് വീഡിയോ എനിക്ക് വന്നത്. ഒത്തിരി ലെന്തായിരുന്നു, ഞാൻ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാലും ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് മനസ്സിലാവുള്ളൂ. ഇതിനിടയിൽ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോയിൽ ഓരോരോ പോയിൻ്റ് ഇങ്ങനെ എണ്ണങ്ങൾ കൂടുമ്പോഴത്തേക്കും എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ എടുക്കണതാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഇതായിട്ട് മൂവായി തുടങ്ങിയിട്ടുണ്ട്. ഒരു വശത്തുള്ള ഒരു ഫ്രണ്ട് ചിറക് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇത് ഫുള്ളായിട്ടും ഓരോ ഭാഗമായിട്ടും വെളിയിൽ ഇങ്ങനെ വരുന്നത് കണ്ടാൽ നന്നായിട്ട് അറിയാൻ പറ്റും. കുറച്ച് തന്നെ വരുള്ളൂ. ആദ്യം അതിൻ്റെ ഇങ്ങനെ ശൂലം പോലെ ഇരിക്കണില്ല രണ്ട് സാധനം, അതാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ ഉള്ളിലുള്ള ഒരു സാധനം പ്ലേറ്റ് പോലെ ഇരിക്കുന്ന വീതിയുള്ളൊരു സാധനം വരും. അപ്പോൾ അത് വീതി കൂടുകയാണ് ചെയ്യണത്. അങ്ങനെ അത് രണ്ട് സൈഡിലും അത് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, പൊങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെ, അതായത് നമുക്ക് ആ സമയത്തെ ഫീല് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ട് ചുറ്റിനും കറങ്ങുന്ന ഒരു ഫീല് തന്നെ തോന്നുള്ളൂ നമുക്ക്. എന്താ പറയാനായിട്ട്, ഒരു തേരിയിലിങ്ങനെ ചുറ്റുന്ന പോലെ ഒരു ഫീല് തോന്നും കുറച്ച് ഉയരത്തിലോട്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി സ്റ്റെപ്പായിട്ട് സ്പീഡ് കൂടുന്നുണ്ട് ഇപ്പോൾ. എന്നാലും റോഡിൽ നിന്ന് അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും റോഡിലാണ്. റോഡിൽ നിന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ശരിക്കും ചുറ്റണ പോലെ തന്നെയാണ് ഫീല് തോന്നിയത്. ഇടയിലിടയിൽ ഞാൻ ഒത്തിരി കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് നമുക്കത് ഒത്തിരി ഉണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് നേരമാകും അതിങ്ങനെ മേളിലോട്ട് പൊങ്ങാനായിട്ട്. അപ്പോൾ അത്രയും ലെന്തിൽ നമുക്ക് എടുത്താൽ കാണാൻ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ടാണ് കുറേയൊക്കെ കട്ട് ചെയ്തത്. അപ്പം അവിടേക്കുള്ള ലൈറ്റിൻ്റെ ഈ എന്താ പറയുക, പോസ്റ്റ് ലൈറ്റ് പോലത്തെ വലിയ നല്ല വെളിച്ചമുള്ള ലൈറ്റിൻ്റെ പ്രകാശമാണ് ഈ മിന്നണത്. പിന്നെ ഫ്ലൈറ്റിലുള്ള പ്രകാശവും അടിക്കുന്നുണ്ട് ഒരു മിന്നലോടുകൂടി. ആ റെഡ് ലൈറ്റ് കാണുന്നില്ല, അതെല്ലാം പോസ്റ്റ് ലൈറ്റ് പോലുള്ള സ്ഥലമാണ്. ഇപ്പോഴാണ് പെട്ടെന്ന് അങ്ങ് പൊങ്ങിയത്. പൊങ്ങുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാനായിട്ട്, നമ്മുടെ കാതിനൊരു ചെറിയൊരു അടപ്പുണ്ടാകും. എന്തോ ഒരു വൈബ്രേഷൻ നമ്മുടെ ബോഡിക്കും തോന്നും. മേളിലായി. ഇനി താഴെയുള്ള കാഴ്ചകളിൽ നമുക്ക് മേളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. റെഡ് ഫ്ലൈറ്റിൻ്റെ ലൈറ്റാണ് മിന്നി കാണുന്നത്. പിന്നെ ഈ താഴെ കാണുന്നതെല്ലാം താഴെ ഉള്ള സംഭവങ്ങളാണ്. വലിയ വലിയ
ശരിക്കും എനിക്ക് ആദ്യത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോഴൊന്നും ഈ താഴെ എന്താണ് ഇങ്ങനെ ഈ പ്രകാശം കാണുന്നത്. ചില സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് ഫുഡ് വന്നു കേട്ടോ. കട്ട് ചെയ്ത് എടുക്കണോണ്ടാണ് കേട്ടോ. എനിക്ക് ഞാൻ പിന്നീടാണ് ഡബ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ അതുകൊണ്ടൊക്കെയാണ് ചില വ്യത്യാസങ്ങൾ വരണത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അത് അവിടെ ചില എന്ത് പറയാനാ ഈ ചൈനീസിനും മദാമ്മമാർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുള്ളൂ. ആ ഫുഡുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് വേണമെന്നൊക്കെ വന്ന് ചോദിക്കും. എന്തൊക്കെയോ പേരുകൾ പറയും. നമുക്ക് കഴിക്കാൻ പറ്റേണ്ടതൊന്നും കിട്ടുകയുമില്ല. മാംഗോ ജ്യൂസാണ് അത്. നമ്മൾ ആ ജ്യൂസ് വേണമെങ്കിൽ മാംഗോ ജ്യൂസ്, പിന്നെ ഗ്രേപ്സിൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കോഫി ഉണ്ട്. എന്തോ ചിക്കൻ്റെ എന്തോ കാര്യങ്ങളാണ് അവിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു കുപ്പി വെള്ളം, ഒരു സ്ട്രോബെറിയുടെ ഒരു ജാം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ, ഞാനും മോളും ഒന്നും കഴിച്ചിട്ടില്ല. അത് ഞങ്ങളെടുത്ത് ഒരു ഇച്ചിരി വായിൽ വെച്ച് നോക്കിയപ്പോൾ തന്നെ കഴിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്കത് ഭക്ഷണം പിടിക്കില്ല. ഫ്ലൈറ്റ് ഇപ്പം നന്നായിട്ട് പോയി. ഇനി ആ ഒരു ചെറിയൊരു നമ്മളെവിടെയോ ഇരിക്കുന്ന പോലുള്ള ഒരു ഫീല് തന്നെ തോന്നുള്ളൂ. അത് കഴിഞ്ഞ് സമയം പോകെ നമ്മൾ ഒരല്പം ഒന്ന് കണ്ണ് മയങ്ങാൻ തോന്നും. ദൂരെ നമ്മുടെ മേഘത്തിൻ്റെയൊക്കെ കളർ വ്യത്യാസങ്ങൾ കാണാം. താഴെയുള്ള ഈ കാര്യങ്ങൾ കാണാം. താഴെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് പോകുമ്പോൾ എനിക്ക് താഴെ ഈ ലൈറ്റ് ഇങ്ങനെ ഈ പ്രകാശം കാണുന്നത് റെഡ് പോലെ ഗോൾഡ് പോലെയൊക്കെ കാണുന്നത് എന്താണെന്നുള്ളത്, എന്തായിരിക്കും ലൈറ്റാണോ എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം രാത്രി യാത്രകൾ ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളും ഓഫീസും ഒക്കെയാണ്. കണ്ട ഫ്ലൈറ്റ് ചെറിയൊരു ചായ്വ് വരുന്നത് പോലെ ഫീൽ ചെയ്യണില്ലേ? അതിൽ കാണുമ്പോൾ മനസ്സിലാവും. ചെറുതായിട്ടൊരു ചെരിയിലുണ്ടാവും. അത് കുറച്ച് ദൂരം ഒരു 2 മണിക്കൂറോളം പോകണ വരയ്ക്കും നമുക്ക് ഈ ഒരു ചായ്വ് നമുക്ക് അനുഭവപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിയണ പോലെ ഒരു ഫീല് തോന്നും. ഫീലല്ല, ചെരിയും. അങ്ങനെ 2-2.5 മണിക്കൂറോളം നമുക്ക് ആ ഒരു ഫീല് തോന്നിയിട്ടേ ഇരിക്കും. ചെരിയണണ്ട. ഇത് ചെരിയുമ്പോൾ ശരിക്കും ആ ചിറകിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് താഴെ ഇങ്ങനെ പോണത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അത്രയും വലിയ വലിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ ലൈറ്റുകളാണ്. നമ്മുടെ നാട് പോലെയല്ല. ഇവർക്ക് 24 മണിക്കൂർ ഇവർ ഈ ലൈറ്റൊന്നും ഓഫ് ചെയ്യാതെ ഇട്ടേക്കും. ഇങ്ങനെ കിടക്കും ലൈറ്റ് ഫുള്ളായിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൈം ഏകദേശം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കടൽ കാണാൻ പറ്റും. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വെളിനാട്ടിൽ പോകണമെങ്കിൽ കടൽ കടന്ന് വേണം പോകാനെന്നൊക്കെ ഉള്ളത്. എനിക്കറിയില്ല, അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇത് ശരിക്കും കടലാണ്. ഇത് നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക്. കടലും ഇത് വെളുപ്പിനെ ഉള്ള ആ ടൈമൊക്കെ ആണെങ്കിൽ ഇപ്പം ലാൻഡായി. ഇത് കുറച്ച് ദൂരം ഇങ്ങനെ തറയിലൂടെ തന്നെ റോഡിലൂടെ ടച്ചായി ഇങ്ങനെ പോണത് നമുക്ക് അറിയാൻ പറ്റും. ലാൻഡായി കഴിഞ്ഞു. അതിന് ഒരു ഒരു സ്ഥലമുണ്ടല്ലോ. അവർ എന്തായാലും ഈ ഫ്ലൈറ്റ് ഓടിച്ച് ഞങ്ങളെ ട്രിവാൻഡ്രത്തുനിന്ന് ദോഹ വരയ്ക്കും കൊണ്ടെത്തിച്ച് പൈലറ്റിന് എത്ര പേരാണോ, 2 പേരായിരിക്കാം, അല്ലെങ്കിൽ 3 പേരായിരിക്കാം, എത്ര പേരാണെന്നൊന്നും അറിയില്ല. അതിനുള്ള അറിവൊന്നും ഇല്ല അവർക്ക്. എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. ഇത്രയും പേരെ ഇത്രയും വെയിറ്റോടുകൂടി ഒരാൾക്ക് 30 കിലോ 37 കിലോ വീതം എത്രയോ പേരാണ് കയറുന്നത് ഇതിനകത്ത്.
സാധനങ്ങളും ആൾക്കാരുടെ വെയിറ്റും എല്ലാം താങ്ങി ഈ ഫ്ലൈറ്റ് ഇങ്ങനെ മേളിൽ പോയി താഴെ വരുന്നവരേക്കും ശരിക്കും നമ്മളതൊരു സ്വപ്നം പോലെ തന്നെയാണ്. താഴെ ലാൻഡ് ആകുമ്പോഴാണ് നമ്മൾ താഴെ എത്തിയോ എന്നുള്ള ആ ഒരു ഫീൽ ഭൂമിയിൽ വന്നു എന്നുള്ള ഹാപ്പിനെസ്, സന്തോഷം. നമ്മളേതോ ഒരു ലോകത്ത് പോയതുപോലെ. എന്തായാലും يرجى طرق الحضن أن تتخذين الوليمات أو كنت حجمات تكون شخصي معكم أن ننزلكم من الطائرة. رجاء الانتباه أن لا تدخل إلا بالأماكن المحيطين مغادرة ركاب الصف الذي أمامكم وشكرا لكم. എത്തിയിട്ടില്ല. ഞാനിത് കുറേ കട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നു. ഞങ്ങളുടെ ലഗേജൊക്കെ ആയിട്ട് മോള് രാവിലെ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ടാണ് അവളെ പുറത്തിറങ്ങിയത്. ഡാഡയെ കണ്ടു, ഭയങ്കര സന്തോഷം കാണിക്കണം. ആ നിൽക്കുന്നത് എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഉടയനാണ്, ഓണറാണ്, വീട്ടിലെ ഓണറാണ്. എൻ്റെ സുനുമോൻ്റെ കാലിന് ഇന്നലെ നൈറ്റ്, ഇത് ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം നൈറ്റ് ബോൾ കളിക്കാൻ പോയില്ല, ആ കാലിനൊരു ചെറിയ അടി വിട്ടു, സ്ക്രാച്ച്. കണ്ട ഇപ്പോഴും എൻ്റെ ചേട്ടൻ ലൈനിലുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയപ്പോഴും ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ലാൻഡ് ആയപ്പോഴും കറക്റ്റായിട്ട് ആ ടൈമിന് ഞങ്ങളെ വിളിച്ചു. സംസാരിക്കുകയാണ് ചേട്ടൻ. അതാണ് എൻ്റെ മോൻ ഇങ്ങനെ മുണ്ടി പോണത്. കാല് ഇനി ഞങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ സ്ക്രാച്ച് ഉണ്ട് കാലിന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോൻ്റെ കാലിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. എന്തായാലും ഞാൻ പിന്നെ ഖത്തറിൽ വന്നതിന് ശേഷം ഫ്ലൈറ്റിലുള്ള വിശേഷങ്ങൾ ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത്. ഇടണോ വേണ്ടേ എന്നുള്ള ഒരു ആലോചനയിലിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു മടി തോന്നിയത്. പക്ഷേ ഞാൻ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ആ ഫ്ലൈറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചിറകിൻ്റെ ഇത് പുറത്ത് വരുന്ന സംഭവങ്ങളും പോണതുമൊക്കെ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ കുറച്ച് എടുത്ത് ഇടാമെന്ന് വിചാരിച്ചത്. ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോണ ഭാഗത്തുള്ള സ്ഥലമാണ്. കൂടുതലും ചില ഏരിയകളിൽ മാത്രം തന്നെ ഇങ്ങനെ വീടുകൾ കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വെറും മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കും, വെറും ഫ്ലാറ്റായിട്ട് തന്നെ കിടക്കും സ്ഥലങ്ങൾ. ചില സ്ഥലങ്ങൾ മാത്രം തന്നെ, ഒരു കുറിപ്പിട്ട സ്ഥലങ്ങൾ മാത്രം തന്നെയുള്ളൂ ഇതുപോലെ വീടുകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിനി കുറച്ച് ദൂരം കൂടെ പോകണം. അപ്പോൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് അനുവാണ്. അനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഉടയൻ. എൻ്റെ പേര് അനു എന്നാണ്. അനു ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടിട്ട് പിന്നെ കുറച്ച് ദൂരം, പിന്നെ ഒരു അല്പ ദൂരം കൂടെ ഉള്ളൂ ഞങ്ങൾക്ക് പോകാൻ, ഞങ്ങളുടെ വീട്ടിലോട്ട് എത്താനായിട്ട്. കടകളൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ കടകളുണ്ടാവില്ല. നമുക്ക് തോന്നുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ കാണുന്ന ചെടികൾ കണ്ടോ, റെഡ് വൈറ്റ്, ഈ പൂക്കൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ മെയിൻ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഈ ചെടികൾ നട്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ഈ റോഡിൽ വണ്ടി സൈഡ് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടൊന്നും നമുക്ക് അതേ കണ്ട വൈറ്റ് ഇങ്ങനെ നിറച്ച് പൂക്കൾ കാണും. പൂക്കൾ മാത്രം തന്നെ കാണുള്ളൂ, ഒരില പോലും കാണില്ല. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഇതാണ്. ഇത് ഈ മഞ്ഞ് സമയത്ത്, തണുപ്പ് സമയത്താണ് ഈ ചെടികൾ കൂടുതൽ പിടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വെയിലിന് ഇത് നിൽക്കില്ല. ഓക്കെ, ബൈ.